മേന്മയേറും മൂല്യവർദ്ധിത ഉത്പന്നങ്ങളുമായി കൃഷ്ണ കൃഷിക്കൂട്ടം. സ്വന്തമായി ഒരു വരുമാനമാർഗം സ്വപ്നം കണ്ട ഒരു കൂട്ടം വീട്ടമ്മമാർ ഇന്ന് വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി മുന്നേറുന്നു. തിരുവനന്തപുരം ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ കൃഷ്ണ കൃഷിക്കൂട്ടം അംഗങ്ങളാണിവർ. ഇവിടെ വിവിധങ്ങളായ ബൈ പ്രൊഡക്ട്സുകൾ പല പല പച്ചക്കറികളിൽ നിന്നും അതുപോലെ തന്നെ പലവർക്കങ്ങളിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വെളുത്തുള്ളി അച്ചാറുകൾ, അതുപോലെ തന്നെ ടർമറിക് പൗഡർ, കസ്തൂരി മഞ്ഞളിൻ്റെ ബൈ പ്രൊഡക്ട്സ്, വിവിധങ്ങളായ ബൈ പ്രൊഡക്ട്സുകളുണ്ട്. നമ്മുടെ ആത്മപദ്ധതി പ്രകാരമുള്ള സീഡ് മണി പ്രകാരമുള്ള ധനസഹായം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ വെഞ്ചർ ഫണ്ട്, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ, അങ്ങനെയുള്ള പദ്ധതികളിലൂടെ നമ്മൾ സഹായം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഒരു കൃഷിക്കൂട്ടമാണ് കൃഷ്ണ കൃഷിക്കൂട്ടം. വിവിധതരം അച്ചാറുകൾ, സാമ്പാർ മസാല, ഏത്തയ്ക്കപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി, ചായ മസാലപ്പൊടി, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇന്ന് കൃഷ്ണ കൃഷിക്കൂട്ടത്തിൻ്റെതായി വിപണി കീഴടക്കിയിരിക്കുന്നു. ഞങ്ങൾ 6 പേര് ചേർന്നിട്ടാണ് ഈ കൃഷ്ണ കൃഷിക്കൂട്ടം എന്നൊരു സംരംഭമാണ് ചെയ്യുന്നത്. കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന ജോലിയൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്താണ് കുടുംബശ്രീ വഴി ഒരു ലോണ് കിട്ടുന്നത് ഈ സംരംഭം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ ഇരുന്ന അവസ്ഥയിലാണ് ഒരു വെഞ്ചർ ക്യാപിറ്റലായിട്ട് 50,000 രൂപ കിട്ടി. അങ്ങനെ അതുകൊണ്ട് ഒരു ഡ്രയർ വാങ്ങി. ആ ഡ്രയർ വാങ്ങിയതിന് ശേഷമാണ് എനിക്ക് എല്ലാ പ്രോഡക്റ്റുകളും നല്ല രീതിയിൽ ഉണക്കി സ്വന്തമായിട്ട് എല്ലാം ഉണക്കി മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ മിത്രാനി ഏതെല്ലാം പോയി ഈ എല്ലാ സാധനങ്ങളും ഉണക്കി കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ ഒരു സീലിംഗ് മെഷീനും കിട്ടിയായിരുന്നു. ആ മിത്രാനി ഏതെങ്കിൽ പോയിട്ടാണ് സീൽ ചെയ്യുന്നതും ഇതുപോലെ ഡ്രയറിൽ സാധനങ്ങളൊക്കെ ഉണക്കി ഈ പ്രോഡക്റ്റുകളാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു. അങ്ങനെ കൃഷിഭവൻ വഴിയാണ് എനിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടിയത്. കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന കൃഷ്ണ കൃഷിക്കൂട്ടത്തിന്റെ ഓരോ ഉൽപ്പന്നത്തിനും അതിൻ്റെതായ ഗുണങ്ങളേറെയുണ്ട്. ഇത് റാഗിയുടെ ഹെൽത്ത് മിക്സ് ആണ്. ഇത് റാഗി ഒരു 10-12 വെള്ളത്തിൽ കഴുകി 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് പിന്നെ 10-12 മണിക്കൂർ ഉണക്കി ഡ്രയറിൽ ഉണക്കി എടുക്കുന്നതാണ്. എന്നിട്ട് ഇതിൽ ഏത്തയ്ക്കാപ്പൊടിയും എള്ള്, അതുപോലെ ആപ്പിള്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഷിയ സീഡ്, ഫ്ലാക്സ് സീഡ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് ഒരു ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഹെൽത്ത് മിക്സ് കൊച്ചു കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഏറ്റവും നല്ലതാണ്. നല്ല രീതിയിൽ അത് സെയിലാവുന്നുണ്ട്. പിന്നെ ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇത് എല്ലാ സ്കിൻ പ്രശ്നത്തിനും നല്ലതാണ്. ഇത് പ്യുവറായിട്ടുള്ള വൈറ്റ് കസ്തൂരി മഞ്ഞളാണ്. ഇത് റയറായിട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഇത് നല്ല ഫീഡ്ബാക്കുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇത് സാമ്പാർ പൗഡർ. ഈ സാമ്പാർ പൗഡർ പോലെ എല്ലാ കറി പൗഡറുകളും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഇൻഗ്രീഡിയൻറ്റും കഴുകി ഉണക്കി ഡ്രയറിൽ ഉണക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മഞ്ഞളിൻ്റെ അച്ചാറാണ്. മഞ്ഞളിൻ്റെ അച്ചാർ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല അച്ചാർ മഞ്ഞളച്ചാറാണ്. ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ്. ഇത് പുളിഞ്ചിക്ക അച്ചാർ കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു സാധനമാണ്. ഇത് മഞ്ഞളിൻ്റെ മസാജിങ് ഓയിലാണ്. ഇതും എല്ലാ സ്കിൻ പ്രശ്നത്തിനും നല്ലതാണ്. നല്ല ഫീഡ്ബാക്കുള്ളൊരു എണ്ണയാണ്. ഇത് നല്ലതായിട്ട് സെയിലാവുന്നുണ്ട്. പിന്നെ ഇത് തലമുടി വളരാനുള്ളൊരു എണ്ണയാണ്. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതാണ്. പക്ഷേ നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു എണ്ണയാണ്. ഇത് ഒരുപാട് സെയിലാവുന്നുണ്ട്. പിന്നെ ഇത് ഏത്തയ്ക്കാപ്പൊടി. ഇവിടെ കൃഷിഭവൻ്റെ കർഷകരിൽ നിന്ന് വാങ്ങുന്ന ഏത്തയ്ക്ക വെച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കൊച്ചു പിള്ളേർക്ക് 3-4 മാസമായ പിള്ളേർക്ക് മുതൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ചുക്ക് കാപ്പിയുടെ പൊടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചുമയ്ക്ക് നല്ലതാണ്. നന്നായിട്ട് കഫം ഇളകി വരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. ഇത് ചായ മസാല. ഇത് കൂടുതൽ നോർത്തിലാണ് സെയിലുള്ളത്. ഇവിടെയും വളരെ കൂടുതലല്ലാത്ത രീതിയിൽ സെയിൽ ഇവിടെയുണ്ട്.
ഇത് ഏലക്ക, ചുക്ക്, ഗ്രാമ്പു, തക്കോലം, തിപ്പലി അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ നാട്ടിൽ കിട്ടുന്ന കർഷകരിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ചായ മസാല. ഇതും കർഷകരിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് തയ്യാറാക്കുന്നതാണ്. ഓർഗാനിക് തന്നെയാണ് ഇത്, ഈ മഞ്ഞൾപ്പൊടി. പിന്നെ അതുപോലെ ഇത് നോർത്ത് ഇന്ത്യൻ മാംഗോ പിക്കിളാണ്. നോർത്ത് ഇന്ത്യൻ മാംഗോ പിക്കിൾ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. ഇതിൽ കരിഞ്ജീരകം, കറുത്ത ഉപ്പ്, പിന്നെ അതുപോലെ കടുകെണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഏത് അസുഖമുള്ളവർക്ക് ഇത് കഴിക്കാം. അസിഡിറ്റി വലുതായിട്ട് ഉണ്ടാകത്തില്ല. അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ എല്ലാവിധ അച്ചാറുകളും ഉണ്ടാക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ അച്ചാർ, കുരുമുളക് ൻ്റെ അവസരം വരുമ്പോൾ, പിഞ്ച് കുരുമുളക് കിട്ടുമ്പോൾ ആ കുരുമുളകിൻ്റെ അച്ചാർ ഉണ്ടാക്കി വെക്കും. അതിനും നോർത്തിലാണ് കൂടുതൽ സെയിലാവുന്നത്. ഈ മഞ്ഞളിൻ്റെ അച്ചാറും കുരുമുളകിൻ്റെ അച്ചാറും ഒക്കെ നോർത്തിലാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. ജയ്പൂരിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ബിന്ദുലേഖയ്ക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലുള്ള പ്രദർശനമേളകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാനൊരു നഴ്സായിരുന്നു, ജയ്പൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം അവിടെ ഭാഷ നന്നായിട്ട് അറിയാൻ എനിക്ക്. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ വലിയമ്മ വരുമ്പോൾ കുറേ ഈ ചായ മസാല ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ ഞാനൊരു പരീക്ഷണാർത്ഥമാണ് ആദ്യമായിട്ട് പോയപ്പോൾ 30 കിലോ ഉണ്ടാക്കിക്കൊണ്ട് പോയി ജയ്പൂർ. സെലക്ഷൻ കിട്ടിയപ്പോൾ സരസ് മേളയുടെ അതിശയമായിരുന്നു. അത് മൊത്തം ഒരു 5 ദിവസം കൊണ്ട് തന്നെ തീർന്ന്. പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ വന്ന സ്പൈസസ് കൊണ്ടുവന്ന മലയാളിയുടെ കയ്യിൽ നിന്ന് ഏലക്കായും ഗ്രാമ്പും ഒക്കെ വാങ്ങിച്ചിട്ട്, പിന്നെ അവിടെ നിന്ന് ചുക്കെല്ലാം വാങ്ങിച്ച് ഞാൻ കഴുകി ഉണക്കി ചായ മസാല ഉണ്ടാക്കി കൊടുത്തായിരുന്നു. വിവിധ പ്രദർശനമേളകളിലൂടെ ഒരുപാട് സ്വദേശ വിദേശ ഗുണഭോക്താക്കളെ കൃഷ്ണ കൃഷിക്കൂട്ടത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് നിരവധി മേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ, വ്യവസായ വകുപ്പിൻ്റെ, വനിതാ വികസന കോർപ്പറേഷൻ്റെ, പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ഒക്കെ മേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡൽഹി, ഹരിയാന, നോയിഡ, ഡൽഹി IIT ഇപ്പം 2-3 മാസത്തിന് മുമ്പേ നടന്ന IIT ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗാന്ധി സ്മാരക നിധിയുടെ മേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. ജയ്പൂർ 2 തവണ സെലക്ഷൻ കിട്ടി. എറണാകുളം, പാലക്കാട്, കോഴിക്കോട് സരസ് മേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാംഗ്ലൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മികച്ച സംരംഭക അവാർഡ്, നെഹ്റു അവാർഡ്, ഭാരത് സേവക് സമാജ് അവാർഡ്, കുടുംബശ്രീ അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ കൃഷ്ണ കൃഷിക്കൂട്ടത്തിന്റെ സാരഥിയായ ബിന്ദുലേഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോ അംഗീകാരവും മുന്നോട്ടുള്ള ചുവടുകൾക്ക് പ്രചോദനമേകി. കൃഷ്ണ കൃഷിക്കൂട്ടത്തിന്റെ വ്യത്യസ്ത അച്ചാറായ കറിവേപ്പില അച്ചാർ തയ്യാറാക്കുന്ന തിരക്കിലാണിവർ. ആദ്യം 50 ഗ്രാം കറിവേപ്പില എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം തോർത്തി വയ്ക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ള സാധനങ്ങൾ 2 സ്പൂൺ കടലപ്പരിപ്പ്, 1/4 സ്പൂൺ ജീരകം, 1.5 സ്പൂൺ കായപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിന് പുളി, എന്നിട്ട് തിളച്ച വെള്ളം. ആ തിളച്ച വെള്ളത്തിൽ പുളി നന്നായിട്ട് ഇത് പേസ്റ്റാക്കി അതിൽ ചേർക്കാനായിട്ട് തയ്യാറാക്കി വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, പിന്നെ ഒരു കപ്പ് നല്ലെണ്ണ. ഈ നല്ലെണ്ണയിൽ കറിവേപ്പില നന്നായിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ചിട്ട് 2 കഷ്ണം ഇഞ്ചി, 2 വലിയ വെളുത്തുള്ളി, ഇത് 4 കൂടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിക്കുക. പിന്നെ ഒരു 2-3 പച്ചമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് വരട്ടി എടുത്തിട്ട് ഈ കറിവേപ്പിലയും കടലപ്പരിപ്പും എല്ലാം കൂടെ ഒന്നിച്ച് വറുത്തെടുത്തിട്ട് അതിനെ നന്നായിട്ട് മിക്സിയിൽ അരച്ച് എണ്ണയിൽ കടുവറുത്ത് ഈ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് അങ്ങനെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല 1-ാം തരം കറിവേപ്പില അച്ചാറായി. കൃഷിവകുപ്പ് ഫാം പ്ലാൻ പദ്ധതിയിലൂടെ ലഭിച്ച ഡ്രയറിൽ വേഗത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇതിൽ ഉണക്കുന്നതിലൂടെ ഉൽപ്പന്നത്തിന്റെ നിറവും ഗുണമേന്മയും നഷ്ടപ്പെടാതെ ലഭിക്കുന്നു. വൃത്തിയായി കഴുകി പാക്ക് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന മുളപ്പിച്ച റാഗി നമുക്ക് കാണാം. ഓരോന്നും ത്രാസിൽ തൂക്കി കൃത്യമായ അളവിൽ കവറിലാക്കി
സീൽ ചെയ്ത് ലേബൽ ഒട്ടിക്കുന്നു. ഓർഡറുകൾക്കനുസരിച്ചാണ് പ്രധാനമായും ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി നൽകുന്നത്. തങ്ങളുടെ ഈ ചെറിയൊരു സംരംഭത്തിന്റെ വിജയത്തിൽ ഏറെ സന്തുഷ്ടരാണ് കൃഷ്ണ കൃഷിക്കൂട്ടം അംഗങ്ങൾ. വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സംരംഭവും കൃഷ്ണ കൃഷിക്കൂട്ടത്തിലെ വീട്ടമ്മമാരുടെ അധ്വാനവും ആത്മവിശ്വാസവും ഒത്തൊരുമയും ജീവിത വിജയം ലക്ഷ്യമാക്കുന്ന എല്ലാ വനിതകൾക്കും പ്രചോദനമാണ്.